വിഷ്ണുമായ സ്വാമിയുടെ മുത്തപ്പന്റെ കട കയ്യേറ്റില്ലേ? വിഷ്ണുമായ സ്വാമിയുടെ മുത്തപ്പന്റെ കട കയ്യേറ്റില്ലേ? 3 പ്രാവശ്യം തൊട്ട് വന്നിക്കുക. കുറച്ച് പൂ ഇടുക, കുറച്ച് പൂ. എന്താ നോക്കണേ? കുറച്ച് പൂ ഇടുക. കാര്യങ്ങളൊക്കെ നടക്കാണ്ടെങ്കിൽ അതൊക്കെ പ്രാർത്ഥിച്ച്
പടയ്ക്കുള്ള വേണം പടയ്ക്കും കുടയ്ക്കും അഴകിയ പടയുടെ പൊന്നു 18 മലവാഴി ഉണ്ടയ്യ ദൈവങ്ങളും അസുരാഗുരു പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമി ഒന്ന് കേൾക്ക വേണേ. ആയതിനകത്തായിരിക്കുന്നു ഇന്ദ്രാലോകം വാഴുക മന്ത്രാലോകം വാഴുക പാണ്ഡിമണ്ഡലം പല രാജ്യങ്ങളും വാഴുക. ആയതിനകത്തായിരിക്കുന്നു ആദി ശ്രീ കൈലാസം വാഴുക. ശ്രീ കൈലാസത്തെ അച്ഛൻ ശ്രീ പരമേശ്വര ഭഗവാനും അമ്മ പാർവതി മാതാവ് അല്ലെങ്കിൽ മാതാവും വാഴുക. ആയതിനകത്തായിരിക്കുന്നു ഭൂമിലോകം വാഴുക. ഭൂമിലോകത്ത് അത്തിക്കുന്ന് മാമലപ്പുറം വാഴുക. ചെത്തിക്കുന്ന് ചെറുമാൻകുന്നും വാഴുക. കോളിക്കുന്ന് കാട്ടകം വാഴുക. കോളിക്കുന്ന് കാട്ടകത്ത് ഒന്ന് കരിനീലിയെത്തി അമ്പരായെന്ന കോളിമാകപ്പെണ്ണ് പെങ്കിടാവും വാഴുകേ. ല്ലോ ഇരുന്നും പുലർന്നും പാർത്തും മലയിരിക്കുന്നു ഒരു കാലത്ത് 10-16 ഇളം വയസ്സ് പ്രായം കാലം വന്നു കെട്ടി ഇത് 2-6 മുലകളും വന്നിരിക്കുന്നു ഒരു കാലത്ത്. അന്നേരത്തായിരിക്കുന്നു കൈലാസത്തും ഭൂമിലോകത്തും പുസ്തിതി ഒന്ന് വെട്ടി പുതുമാരി മഴകളും കോരിച്ചൊരിഞ്ഞു. വെള്ളിടി ഒന്ന് വെട്ടി വെൺമാരി മഴകളും കോരിച്ചൊരിഞ്ഞു. വണ്ടുകളും തുമ്പികളും കടലിൽ നിന്നും മലയിലോളം മലയിൽ നിന്നും കടലിലോളം ചേക്കിളച്ചു പാടിളച്ചു നിലനിൽക്കുന്നു ഒരു നേരത്തെ. നേരത്ത് അമ്മ പാർവതി മാതാവ് നല്ലച്ഛൻ പരമശിവനെ വിളിച്ചരുളിച്ചതു അല്ലയോ എന്റെ കൈലാസനാഥ ശ്രീ പരമേശ്വര ഭഗവാനെ. അനുകൂല മന്ദിരാണ്ടത്തെ കാലമായല്ലോ ഒരു നാളത്തെ പകൽ പിറന്ന പള്ളി വില്ലുനായാട്ടിനായി ഭൂമി ലോകത്തോടെ വഴിയാകിലെ വഴി പോയിട്ട് ആയതുകൊണ്ട് അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു. ഇന്ന് തന്നെ ഒരു നാളത്തെ പകൽ പിറന്ന പള്ളി വില്ലുനായാട്ടിനായി ഭൂമി ലോകത്തോടെ വഴിയാകിലെ വഴി പോകണല്ലോ. ആയതിനെ കേട്ടോരു നേരത്തെ അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു. കുളികുടി ദേവാലയം കഴിഞ്ഞു വന്നു. ശങ്കാരാധന കൊട്ടിൽ ചെന്നു. ശങ്കാരാധന കഴിഞ്ഞു. പാണി കൊട്ടി പ്രസന്നാട പൂജയും കഴിഞ്ഞു. പൊക്കണം പുലുത്തുകളും പേത്തണഞ്ഞു. വില്ലും വസ്ത്രം പൂട്ടേറ്റുന്നു. അറുപ്പൻ ചുവപ്പൻ വെളുപ്പൻ പാണ്ഡൻ എന്നിങ്ങനെയുള്ള 4 നാളി നായ്ക്കളെ പിടിച്ചു. പിടികേറിട്ട് പിടിച്ചു കുലവൻ നായാടിയും ചേർന്നു. ഒരു നാളത്തെ പകൽ പിറന്ന പള്ളി വില്ല് നായാട്ടിനായി ഭൂമി ലോകത്തോടെ വഴിയാകിലെ വഴി പോകുന്നു ഒരു നേരത്തെ. അങ്ങനെ അച്ഛനായിരിക്കുന്നു കൈലാസം കടക്കുന്നു. 10 മാനമെന്ന പൊന്നും പോർപ്പടിയിട കിടക്കുന്നു. 14 ലോകവും കടന്നു. അത്തിക്കുന്ന് മാമലപ്പുറം കടന്നു. ചെത്തിക്കുന്ന് ചെറുമാൻകുന്നും കടന്നു. കൂളിക്കുന്ന് കാട്ടകത്തോടെ ചെല്ലുമ്പോൾ അന്നേരത്ത് കൂളിവാകപ്പെണ്ണ് പെങ്കിടാവ് അവളായിരിക്കുന്നല്ലോ. ഇന്നലെ പെയ്ത മഴയിൽ ഇന്ന് മുളച്ച ചണ്ണക്കിഴങ്ങ് ചാവാരിക്കിഴങ്ങ് കൊത്തുകിഴങ്ങ് നറുകിഴങ്ങ് ൂർക്കകാവുത്ത് കണ്ടിച്ചേപ്പുകളൊക്കെ അവളുടെ കൂരന്റെ ഒരുപാട് കൊണ്ട് കൊത്തിയും മാന്തിയും പറുക്കിയെടുത്തു. മാനാൻ കൊട്ടയും നിറവ് ചെയ്തു. ഉള്ളം നെല്ലി പളകു പേരാറ്റ് കൊണ്ടു തേച്ച് നമ്പി നിൽക്കുന്നു ഒരു നേരത്ത്. കാറ്റും വന്നു. കലിയുടെ ഉരപ്പും വന്നു. അവളുടെ വെണ്മ പൊന്നുവെയ്യാഭരണങ്ങളും ആടശീലങ്ങളൊക്കെ കെട്ടാല കെട്ടഴിഞ്ഞു. കൂട്ടാല കൂട്ടഴിഞ്ഞു. ഉള്ളം നെല്ലി പളകു പേരാറ്റിൽ മുങ്ങിത്താന്ന് പോയി. ആയത് കൂടിവാകപ്പെണ്ണ് വീടാവ് മുങ്ങിത്തപ്പി നോക്കി. ഒന്നും തന്നെ കിട്ടാത്ത മൊഴിമൂലം കൊണ്ട് അവളായിരിക്കുന്നു ദുഃഖിച്ചു ക്ലേശിച്ചു. വൻകരെ കയറി വന്നു. അവളാണിക്കല്ലിൽ മേൽ അലായിരിക്കുന്നു ഒരു നേരത്തെ. അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു. പകൽ പിറന്ന പള്ളി വില്ല് നായാട്ടി
കാട്ടിനായി അതുവഴി കടന്നു വരുമ്പോൾ പൂളിവാകപ്പെണ്ണ് പിങ്കിടാവിന്റെ ഇരിപ്പും പദവിയും കണ്ടു. അന്നേരം അച്ഛൻ നിരന്തു മാനോ മൈലോ ചെറുജന പുലിയോ എന്നും നിരന്തു അച്ഛനായിരിക്കുന്നു. അമ്പെടുത്ത് അമ്പയ്യുവാനും കുലപ്പെടുത്തുവാനും പോകുന്നു. ഒരു നേരത്തെ കൂടിവാങ്ങ പറഞ്ഞു അല്ലയോ അച്ഛ ശ്രീ പരമേശ്വര ഭഗവാനെ പെണ്ണിനെ വല്ലല്ലേ പെൺചാപം കയ്യേൽക്കല്ലേ ആയത് കേട്ടോ. ഒരു നേരത്തെ അച്ഛൻ ചോദിച്ചു അല്ലയോ പെണ്ണെ നീ ആരാണടി പെണ്ണെ ഇവിടെ വന്ന് കടലത്തിന്റെ കാട്ടാറ് അവളിൽ കൂടി ഒഴുകിയിരിക്കുന്നത് എന്തിനാണടി പെണ്ണെ ആയത് കേട്ടോ. ഒരു നേരത്തെ കൂടിവാങ്ങ പറഞ്ഞു അല്ലയോ അച്ഛ ശ്രീ പരമേശ്വര ഭഗവാനെ ഞാനായിരിക്കുന്നു ആദ്യത്തെ പെണ്ണ് കാട്ടാളത്തി അമ്പരായ എന്ന ഓടിവാങ്ങ പെണ്ണ് പിങ്കിടാവ് ഞാനായിരിക്കുന്നല്ലോ. ഇന്നലെ പെയ്ത മഴയിൽ നിന്ന് മുളച്ച ചണ്ണക്കിഴങ്ങ് ചാവാലിക്കിഴങ്ങ് കുത്തുകിഴങ്ങുകളൊക്കെ എന്നുടെ മോനങ്ങരുവാള് കൊണ്ട് കുത്തിയും മാന്തിയും പറക്കിയെടുത്തു. മാറാൻ മുട്ടയിൽ നിറവ് ചെയ്തു. ഉള്ളം നെല്ല് പളക് വേലാഞ്ഞു കൊണ്ടു തേച്ചിരമ്പി നിൽക്കുന്നു. ഒരു നേരത്ത് കാറ്റും വന്നു കലിയുടെ ഉറപ്പും വന്നു. എന്നുടെ വെണ്മപ്പൊന്നു മിയ്യാഭരണങ്ങളും ആടചീലകളൊക്കെ കെട്ടഴിഞ്ഞു പൂട്ടാല പൂട്ടഴിഞ്ഞു. ഉള്ളം നെല്ല് പളക് വേലാഞ്ഞിൽ മുങ്ങിത്താന്നു പോയല്ലോ ഭഗവാനെ ആയത് ഞാനായിരിക്കുന്നു. മുങ്ങിത്തപ്പി നോക്കി ഒന്നും തന്നെ കിട്ടാത്ത ഒഴിമൂലം കൊണ്ട് ഞാനിവിടെ വന്നു ദുഃഖിച്ചു മേടിച്ചു. ആരായിരിക്കുകയാണ് നല്ലച്ഛ പരമേശ്വരോ. അച്ഛൻ പറഞ്ഞു അല്ലയോ പെണ്ണെ കൂടിവാകെ നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട 9 കൊണ്ടും വിഷമിക്കേണ്ടീ പെണ്ണെ. നിന്നുടെ വെണ്മ പൊന്നുവയ്യാഭരണങ്ങളും ആടശീലകളൊക്കെ ഞാൻ എടുത്തു തരാമെന്നും പറഞ്ഞു അച്ഛനായിരിക്കുന്നു. ഉള്ളം നെല്ലി പളക് പേരാട്ടിലേക്ക് ഇറങ്ങിച്ചെന്നു. അച്ഛൻ ശ്രീ പരമേശ്വര ഭഗവാന്റെ കൺകപ്രത്യക്ഷം കൊണ്ട് ഊടിവാകപ്പെണ്ണ് പിങ്കിടാവിന്റെ മെന്മ പൊന്നുവയ്യാഭരണങ്ങളും ആടാശീലങ്ങളൊക്കെ കെട്ടിക്കാണുന്നു. ആയിരം കൈവഴങ്ങി അച്ഛനായിരിക്കുന്നു. ഉള്ളം നെല്ല് പളക് പേരാറ്റിന്റെ വൻകരയെ കയറി വന്നു. ഓടിവാകപ്പെണ്ണ് പിങ്കിടാവിന്റെ വലങ്കയ്യാല കൊടുക്കുന്നു. ആയുധം കൈവഴങ്ങി അന്നേരത്തെ ഓടിവാകപ്പെണ്ണ് പിങ്കിടാവ് അതിൽ നിന്ന് ഒപ്പം പകുതി അച്ഛൻ ശ്രീ പരമേശ്വരന് കൊടുക്കുന്നു. അന്നേരം പറഞ്ഞ അല്ലയോ പെണ്ണെ നിന്നുടെ വെണ്മ പൊന്നുവയ്യാഭരണങ്ങളും ആടശീലങ്ങളൊന്നും എനിക്ക് വേണ്ടടി പെണ്ണെ. അത് നീ തന്നെ ഒന്ന് പേർത്തണയണം. എന്നിട്ട് നിന്നെ ഞാനൊന്ന് കാണട്ടെ. ഇതിനെ കേൾക്കുമ്പോൾ ഓടിവാകപ്പെണ്ണ് പിങ്കിടാവ് അവളുടെ വെണ്മ പൊന്നുവയ്യാഭരണങ്ങളും ആടശീലങ്ങളൊക്കെ പേർത്തണയുന്നല്ലോ. ഉരുണ്ട ഏലത്ത് പരന്ന ഏലത്ത് കല്ലിനാടൻ കരിന്തുണി തളവളാക്കിങ്ങിണി മോതിരങ്ങളൊക്കെ പേർത്തണയുന്നു. അന്നേരത്ത് അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു. ഓടിവാകപ്പെണ്ണ് പിങ്കിടാവിനെ അടിയോട് നോക്കുന്നു മുടിയോട് നോക്കുന്നു. അടിയഴക് കണ്ടു മുടിയഴക് കണ്ടു തത്തമ്മ ചുണ്ട് കണ്ടു പവിഴപ്പല്ല് കണ്ടു ആലിലയ്ക്കൊത്തൊരു അണിവയറ് കണ്ടു. അന്നേരത്ത് അച്ഛൻ ശ്രീ പരമേശ്വരന് നിന്നുകൂടാ സഹിച്ചുകൂടാ. ഇപ്പോൾ തന്നെ ഓടിവാകപ്പെണ്ണ് പിങ്കിടാവിനെ എത്തിത്തീണ്ടി കൈപിടിച്ച് പൊങ്ക അടച്ചു പുണർന്ന് ആയമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തീർക്കുവാൻ തോന്നുന്നു. അന്നേരത്തച്ഛൻ പറഞ്ഞല്ലയോ പെണ്ണെ കൂടിവാകെ എനിക്കിപ്പോ നിന്നെ കാണുമ്പോൾ ചില ആയാമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തോന്നുന്നുണ്ടടി പെണ്ണെ. ആയതുകൊണ്ട് നീ ഇപ്പോൾ തന്നെ എന്റെ അടുക്കലേക്കൊന്നു അടുത്ത് നിൽക്കടി പെണ്ണ് പിങ്കിടാവേ. അല്ലയോ അച്ഛ ശ്രീ പരമേശ്വര ഭഗവാനെ അച്ഛനാണെങ്കിൽ മേൽക്കുലത്തിൽ ജനിച്ച അച്ഛൻ ശ്രീ പരമേശ്വര ഭഗവാനല്ലേ. ഞാനാണെങ്കിൽ കീഴ്ക്കുലത്തിൽ ജനിച്ച ആര്യത്തി പെണ്ണ് കാട്ടാളത്തിയാണല്ലോ. നമ്മൾ തമ്മിൽ തൊടുവാനോ തീണ്ടുവാനോ ഒട്ടും തന്നെ പാടില്ലല്ലോ. അച്ഛ ഭഗവാനെ ആയത് കേട്ടോ. ഒരു നേരത്ത് അച്ഛൻ പറഞ്ഞു അല്ലയോ പെണ്ണെ ആയമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തോന്നുന്നൊരു നേരത്ത് ആരെങ്കിലും ഒക്കെ ജാതിഭേദം നോക്കാറുണ്ടടി പെണ്ണെ എന്നും പറഞ്ഞ് അച്ഛനായിരിക്കുന്നു. ഓടുവാകപ്പെണ്ണ് പിങ്കിടാവിന്റെ അടുക്കിലേക്ക് അങ്ങനെ രണ്ടാമത് അടുത്തടുത്ത് ചെല്ലുന്നു.
അന്നേരത്ത് പോളിവാക പറഞ്ഞു, അല്ലയോ ചെറി പരമേശ്വര ഭഗവാനെ, അച്ഛനിപ്പോൾ സത്യമായിട്ടുള്ള പകൽ പിറന്ന പള്ളി വലുതായ ആടിനല്ലേ വഴിയാകിലെ വഴി പോകുന്നത്. ആയതും കഴിഞ്ഞു വരുന്ന വഴിക്ക് അച്ഛനെന്നോട് തോന്നിയിട്ടുള്ള ആയാമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ ഞാൻ മതിയാവോളം തീർത്തും തരാമെന്ന് പെണ്ണ് വെങ്കിടാവ് അച്ഛനോട് ഒരു കള്ളം ചതി ഉരുട്ട് പറഞ്ഞു. അന്നേരത്ത് പെണ്ണ് വെങ്കിടാവിന്റെ വാക്കോട് വചനം കേട്ടു. സത്യമാണെന്ന് നിരന്നു അച്ഛനായിരിക്കുന്നു പെണ്ണ് വെങ്കിടാവിനോട് അണിയുടെ യാത്രയും കൈവണങ്ങി പകൽ പിറന്ന പള്ളി വലുതായ ആട്ടിനായി വഴിയാകെ വഴി പോകുന്നു ഒരു നേരത്തെ. അച്ഛൻ പോയി പറഞ്ഞ വിശേഷം കൊണ്ട് കോളിവാകനെന്തോ അയ്യോ ഇതെന്തൊരു കഷ്ടം, കലിയുഗമാണ് ബ്രഹ്മാവേ, സാക്ഷാൽ ശ്രീ പരമേശ്വരനാണല്ലോ എന്നെ ഇവിടെ വന്ന് എത്തിത്തീണ്ടി കൈപിടിച്ച് പൊങ്ക അണച്ചുണർന്ന് ആയമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തീർക്കുവാൻ വന്നിരിക്കുന്നത്. ആയതുകൊണ്ട് ഇപ്പോൾ തന്നെ കൈലാസത്തൊന്നു പോകണം. അമ്മ പാർവതി മാതാവിനോട് ഈ വക കാര്യങ്ങളൊക്കെ വർത്തണമെന്നും നിരന്നു. ഓളിവാകപ്പെട്ട് വെങ്കിടാവ് ഭൂമി ലോകത്തു നിന്നും കൈലാസം നോക്കി വഴിയാകിലെ വഴി പോകുന്നു ഒരു നേരത്തെ. അത്തിക്കുന്ന് മാമലപ്പുറം കടന്ന് എത്തിക്കുന്ന് ചെറുമാൻകുന്നും കടന്നു കൂടിക്കുന്ന് കാട്ടകം കടന്ന് 14 ലോകവും കടന്നു കൈലാസത്തോട് ചെന്നു. അമ്മ പാർവതി മാതാവിനെ നേടി വെളിപ്പകരുണ്ടല്ലോ. പാർവതി മാതാവേ 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 എന്നും 4 3 7 വെളിപ്പകരുന്നു ഒരു നേരത്തെ. അകത്തില്ല മകശാലയിൽ നിന്ന് പാർവതി മാതാവ് വിളിയൊന്ന് കേട്ടു. പുറത്തില്ല പുറശാലയോട് വന്ന് നോക്കുമ്പോൾ കോളിവാകപ്പെട്ട് വെങ്കിടാവിനെ കണ്ടു. അന്നേരം ചോദിച്ചു, അല്ലയോ പെണ്ണെ, നീ ആരാണടി പെണ്ണെ, ഇവിടെ വന്ന് ഇപ്പോൾ എന്നെ വിളിച്ചൊരു കാരണം എന്തായിരിക്കുന്നല്ലോ. ഇത് കേട്ടൊരു നേരത്ത് കോളിവാക പറഞ്ഞു, അല്ലയോ അമ്മ പാർവതി മാതാവേ, ഞാനായിരിക്കുന്നു ഭൂമി ലോകത്ത് നിന്നും ആദ്യത്തി പെണ്ണ് കാട്ടാളത്തി അമ്മരായ എന്ന കോളിവാകപ്പെണ്ണ് ഞാനായിരിക്കുന്നല്ലോ. അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു. പകൽ പിറന്ന പള്ളി വലുതായ ആട്ടിനായി വഴിയാകിലെ ഭൂമി ലോകത്തോടെ വന്നപ്പോ എന്നെ കണ്ടു മോഹിച്ചു. അച്ഛന് ചില ആയമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ എന്നോട് തോന്നിയല്ലോ മാതാവേ. ആയതുകൊണ്ട് അച്ഛനോട് ഞാനൊരു നുണാക്കള്ളം ചതി ഉരുട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. അച്ഛനിപ്പോൾ സത്യമായിട്ടുള്ള പകൽ പിറന്ന പള്ളി വലുതായ ആട്ടിനല്ലേ വഴിയാകിലെ വഴി പോകുന്നത്. ആയതും കഴിഞ്ഞു വരുന്ന വഴിക്ക് അച്ഛനോട് തോന്നിയിട്ടുള്ള ആയമോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ ഞാൻ മതിയാവോളം തീർത്തും കൊടുക്കാമെന്ന് അച്ഛനോട് ഞാനൊരു നുണാക്കള്ളം പറഞ്ഞിട്ടുണ്ടല്ലോ മാതാവേ. ആയതുകൊണ്ട് എനിക്കിപ്പോൾ തന്നെ ഇതിനൊരു അംഗോപദേശം ചൊല്ലിത്തന്നേ മതിയാവുള്ളൂ. നീ ഇപ്പോൾ ഇവിടെ വന്നു എന്നോട് പറഞ്ഞതൊക്കെ പറഞ്ഞു, മറ്റാരോടും ഈ വക കാര്യങ്ങളൊന്നും പറഞ്ഞു പോകല്ലടി പെണ്ണെ. ദേവലോകത്തിന് മാനക്കേട് അപമാനക്കേട് ഉണ്ടാക്കല്ലടി പെണ്ണെ. ആയത് കേട്ടോ ഒരു നേരത്ത് കോളിവാക പറഞ്ഞു, അല്ലയോ അമ്മ പാർവതി മാതാവേ, ഇതൊന്നും പറഞ്ഞാൽ ഒട്ടും തന്നെ മതി പോരാ. എനിക്കിപ്പോൾ തന്നെ ഇതിനൊരു അംഗോപദേശം ചൊല്ലിത്തന്നേ മതിയാവുള്ളൂ. ഇത് കേട്ടോ ഒരു നേരത്ത് അന്നേരത്ത് പാർവതി മാതാവ് പറഞ്ഞല്ലയോ കോളിവാക പെണ്ണ് വെങ്കിടാവേ, നീ ഇവിടെ കൈലാസം കാത്തുനിന്ന് ആരായിരിക്കണം. ഞാനൊന്ന് വൈകുണ്ഠത്തോടെ പോയി വിഷ്ണു ഭഗവാനോട് ഈ വക കാര്യങ്ങളൊക്കെ ഉണർത്തി ഇതിനൊരു അംഗോപദേശം ചൊല്ലിത്തരാമെന്നും പറഞ്ഞു. കോളിവാക പെണ്ണ് വെങ്കിടാവിനെ കൈലാസം കാത്തു ആരായെത്തുന്നു. അമ്മ പാർവതി മാതാവായിരിക്കുന്നു. വൈകുണ്ഠത്തോടെ വഴിയാകിലെ വഴി പോകുന്നു ഒരു നേരത്തെ. അങ്ങനെ അമ്മ പാർവതി മാതാവ് വൈകുണ്ഠത്തോടെ ചെന്നു. വിഷ്ണു ഭഗവാനെ നേടി വിളിപ്പോരുന്നല്ലോ. വിഷ്ണു
ഭഗവാനെ ഭഗവാനെ എന്നും 4 3 7 പിടി പകരുന്ന ഒരു നേരത്ത് അകത്തില്ല പ്രാജാലിൽ നിന്ന് വിഷ്ണു ഭഗവാനൊന്ന് വിളിയും കേട്ടു. കുളത്തിലും പുറജാലയോട് വന്നു നോക്കുമ്പോ പാർവതി മാതാവിനെ കണ്ടു. അന്നേരം ചോദിച്ചല്ലയോ പാർവതി മാതാവേ, എന്തിനെ കൊണ്ടാണ് മാതാവേ, ഏതിനെ കൊണ്ടാണ് മാതാവേ എന്നെ ഇപ്പോൾ ഇവിടെ വന്ന് വിളിച്ചു? ഒരു കാര്യം കാരണം എന്തായിരിക്കുന്നല്ലോ. ആയത് കേട്ടു നേരത്ത് പാർവതി മാതാവ് പറഞ്ഞു, അല്ലയോ വിഷ്ണു ഭഗവാനെ, അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നല്ലോ. പകൽ പിറന്ന പള്ളി വലുതായ ആട്ടിനായി ഭൂമി ലോകത്തോടെ വഴി പോയപ്പോൾ ഏതോ ഒരു കാട്ടാളത്തിൽ പെണ്ണിനെ കണ്ടു. അച്ഛനവളോട് ചിലായ മോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടല്ലോ ഭഗവാനെ. ആയതുകൊണ്ട് അവളായിരിക്കുന്നു കൈലാസത്തൊന്ന് വന്ന് അവൾക്കൊരു അംഗോപദേശം ചൊല്ലിക്കൊടുക്കാം എന്നും പറഞ്ഞു. ഇതിനെ കേട്ട ഒരു നേരത്ത് അന്നേരത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അല്ലയോ പാർവതി മാതാവേ, മാതാവിപ്പോ പറഞ്ഞില്ലേ ഏതോ ഒരു കാട്ടാളത്തി പെണ്ണെന്ന് പറഞ്ഞില്ലേ? ആ കാട്ടാളത്തി പെണ്ണിന്റെ മായാവേഷം ഒന്ന് അവതരിക്കണം, എന്നിട്ട് ഞാനൊന്ന് കാണട്ടെ. അന്നേരത്ത് പാർവതി മാതാവായിരിക്കുന്നല്ലോ മൂളിവാകപ്പെണ്ണ് പിങ്കിടാവിന്റെ മായാവേഷം ഒന്ന് അവതരിത്തു. അന്നേരത്ത് വിഷ്ണു ഭഗവാനായിരിക്കുന്നു പാർവതി മാതാവിനെ അടിയോട് നോക്കി മുടിയോട് നോക്കി അടിയറക് കണ്ടു മുടിയറക് കണ്ടു. അന്നേരത്ത് വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അല്ലയോ പാർവതി മാതാവേ, പെണ്ണിലേക്ക് പെണ്ണ് ഇവിടുന്ന് വന്നാലോ, എത്രയും അളവും ഹിതമുള്ള പെണ്ണ് ഇവിടുന്ന് വന്നാലോ ആരാണ് കണ്ടു മോഹിക്കാത്തത്? അച്ഛനായിരിക്കുന്നു അവളെ കണ്ടു മോഹിച്ചെന്ന് വന്നാലോ അത്രയ്ക്കും കുറ്റം കുറവും ഒന്നുമില്ലല്ലോ. ഇതിനെ കേട്ടു ഒരു നേരത്ത് പാർവതി മാതാവ് പറഞ്ഞു, അല്ലയോ വിഷ്ണു ഭഗവാനെ, ഇതൊന്നും പറഞ്ഞാൽ ഒട്ടും തന്നെ മതി പോരാ. എനിക്കിപ്പോൾ തന്നെ ഇതിനൊരു അംഗോപദേശം ചൊല്ലി തന്നേ മതിയാവുള്ളൂ. ഇത് കേട്ടോ ഒരു നേരത്തായിരിക്കുന്നു വിഷ്ണു ഭഗവാൻ പറഞ്ഞു, അല്ലയോ പാർവതി മാതാവേ, മാതാവായിരിക്കുന്നു ഭൂമി ലോകത്തോട് വഴിയാകിലെ വഴി ചെന്നു. അന്നേരത്ത് കൂടിവാകപ്പെണ്ണ് പെങ്കിടാവിന്റെ മായാവേഷം അവതരിത്തുന്നു അറിയിരിക്കണം. അന്നേരത്ത് അച്ഛൻ ശ്രീ പരമേശ്വരനായിരിക്കുന്നു പകൽ പിറന്ന പള്ളി വലുതായ ആട്ടം കഴിഞ്ഞു വരുന്ന വഴിക്ക് പാർവതി മാതാവിനെ കാണുമ്പോൾ ഇത് തന്നെ കൂടിവാക എന്നും നിരന്തു. അച്ഛന് അവളോട് തോന്നിയിട്ടുള്ള മോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ മതിയാവോളം തീർക്കട്ടെ. അങ്ങനെ എന്നുടെ മായത്താലും അച്ഛൻ ശ്രീ പരമേശ്വരന്റെ ബീജത്താലും ആയുസുള്ള ഒരു ഉണ്ണി പൊന്മകൻ പിറക്കട്ടെ എന്ന് വാഴിച്ചു വരവും കൊടുത്തു വരപ്രസാദവും കൊടുക്കുന്നപ്പോ തിരുവനം കണ്ടേയുണ്ട് അണിവിലാസവും കൈകൊള്ള വേണം. പടയ്ക്കും കുടയ്ക്കും മഴകിയ പടയുടെ 18 മലവാഴുമുണ്ടയ്യ ദൈവങ്ങളും പാർവതി മാതാവ് വരങ്ങളായ വരങ്ങളൊക്കെ കൈവഴങ്ങി വിഷ്ണു ഭഗവാനോടണിയുടെ യാത്രയും കൈവഴങ്ങി വേഗം തന്നെ ഭൂമി ലോകം നോക്കി വഴി പോരുന്നല്ലോ. അങ്ങനെ ഇന്ദ്രാലോകം കടക്കുന്നു, ചന്ദ്രാലോകം കടക്കുന്നല്ലോ. ഭൂമി ലോകത്തോടെ കീഴടങ്ങി അത്തീകുന്ന മാമലാപുരം കടക്കുന്നു, ചെത്തീക്കുന്ന ചെറുമാൻ കുന്നം കടന്നു, കൂളിക്കുന്ന കാട്ടകം ചണ്ടകുത്തുന്ന വ്യാപാരം മട കുടക്കട പാതാളത്തോടെ കടന്നിരുന്നു. അന്നേരത്ത് പാർവതി മാതാവ് അച്ഛൻ പരമേശ്വരന്റെ വരവിനെ കാത്തു. താനെ മുളച്ച താളിക്കല്ലിന്റെ പരിമുകളിലും ചെന്നു അരയിരിക്കുന്ന നേരം പരമേശ്വരനായിരിക്കുന്നു കിഴക്കുതിച്ച ഉദയാഗിരി മലപർവ്വതത്തോടെ കടന്നു ചെല്ലുന്നു. കല്ലിട്ടടയ്ക്കേണ്ട കടമാനങ്ങളൊക്കെ കല്ലിട്ടടയ്ക്കുന്നു.
മുള്ളിട്ടടക്കേണ്ട കടവാരങ്ങൾ ഉള്ളിട്ടടച്ചു. ഏറ്റത്തിന് വലകുത്തി ഇറക്കത്തിന് കരവിരുന്നു. പള്ളി വേട്ടവൻ നായാട്ടുകളൊക്കെ തുടങ്ങുമ്പോ അവിടെ ഒന്നും കാണാനില്ല. ആവണാടകൂരാൻ കാണാർത്തപ്പെങ്കിലി നത്ത് മുറത്തല പൂത്താങ്കീരി പുള്ളിമാൻ കേളമാൻ ഒരു മാണപ്രാവിന്റെ പപ്പും തോലും കാണാത്ത വഴിമൂലം കൊണ്ട് അങ്കപ്പെട്ട് പരിശപ്പെട്ട് നിലനിൽക്കുമ്പോ കൂടിവാകപ്പെട്ട് പറഞ്ഞ കാര്യം മനസ്സിൽ നിറന്നു. അച്ഛനായിരിക്കുന്നല്ലോ പള്ളി വേട്ടവനായാട്ടം നിർത്തി വേഗം തന്നെ കൂടിക്കൊന്ന കാട്ടകം നോക്കി വഴി പോരുന്ന കാലം ആദിമല കടക്കുന്നു ജ്യോതിമല കടക്കുന്നു ഋഷിമല വന്മല 18 കടന്നു. ആരാറും കടന്നു വേറാറും കടന്നു. ആ തീകുന്ന മഹലാപുറം കടക്കുന്നു തീകുന്ന റമാൻകുന്നും കടന്നു. കൂളിക്കുന്ന കാട്ടകം കണ്ണവത്തുന്ന രാമാലും മട ഉറക്കടമാതാളത്തോടെ കടന്നു ചെല്ലുമ്പോ താനെ ഉളച്ചവരാലിക്കല്ലിന്റെ ഒരു മൊഴിയിൽ അറിയിരിക്കുന്ന കൂടിവാക പെണ്ണിന്റെ മായ ആവേശമോതിരത്ത് മാതാവിനെ കാണുമ്പോ ഇത് തന്നെ കൂടിവാകയെന്ന് നിരന്നു. അച്ഛനായിരിക്കുന്നല്ലോ അഞ്ഞിരളി കന്തോറ്റുന്നു. മാലികളി കന്തോറ്റുന്ന മാതാവിന്റെ മെയ്യാല കയ്യെറിഞ്ഞു കയ്യാല കയ്യെറിഞ്ഞു. ആയ മോഹങ്ങളും പണയ മോഹങ്ങളൊക്കെ തീർക്കുന്ന പരമേശ്വരന് 10 കുറെ കുട്ടി കുട്ടി ജാതന്മാർക്കുള്ള വരവും വരപ്രസാദവും കൊടുത്തു. പാർവതി മാതാവിനോടണിയുടെ യാത്രയും കൈവണങ്ങി ശ്രീകൈലാസം നോക്കി വഴി പോരുന്ന വഴി പറഞ്ഞു പോയ ശേഷം കൊണ്ട് പാർവതി മാതാവ് അച്ഛൻ പരമേശ്വരന്റെ ബീജത്താവാഹിച്ചെടുത്തു. 12 തുണ്ണമ്മമാരുതാ തുണ്ണം വടക്കനിയാഴ്ച കന്തോറ്റി ചണ്ണ കൊത്തുന്ന രാവാലും മടറക്കറവാതാളത്തിൽ അടച്ചു കൂട്ടുന്നു. തിരുവാഴി മോതിരമടയാളം വെച്ചു ഞെഴുവിൻകോലി ആധാരം കുത്തിയ നേരത്ത് അച്ഛൻ പരമേശ്വരൻ ശ്രീകൈലാസത്ത് എത്തും മുമ്പ് എനിക്കെത്തേണമെന്നും നിരന്ത പാർവതി മാതാവ് വേഗം തന്നെ വഴിയാല വഴി പോരുന്നു. അതീകുന്ന മാമലാപുരം കടക്കുന്നല്ലോ. ചെത്തീകുന്നിറമാൽകുന്നും കടന്നു. ഇന്ദ്രാലോകം തേരേറുന്നു മന്ത്രാലോകം തേരേറുന്നു. ശ്രീകൈലാസം മണ്ഡാരാന കളിമുഖം കടന്നു. വെള്ളിത്തകിലടിച്ചതിന് മുറ്റത്തോടെ കടന്നു ചെല്ലുമ്പോ അന്നേരത്ത് കൂടിവാണ പെണ്ണിനെയും കണ്ടറിഞ്ഞു. പാർവതി മാതാവും പറഞ്ഞു കേട്ടുകൊണ്ടാലും കൂടിവാകേ അച്ഛൻ പരമേശ്വരൻ എന്നോട് തോന്നിയ ആയമോഹങ്ങളും മകയമോഹങ്ങളൊക്കെ ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് കൂടിവാകേ. ആയതിന് 12 തുണ്ണമ്മമാരുതാ തുണ്ണം പടക്കനിയാഴ്ച കണ്ടുപറ്റി നിന്റെ അന്ന കുത്തുന്ന രാവാലും മട പുറക്കടപാളത്തിൽ അടച്ചു കൂട്ടി വെച്ചിട്ടുണ്ട്. ആയതിനെ പോയി അമർദിനെ കഴിഞ്ഞു എന്ന് വന്നാല് ആയുസുള്ളോരും നീ പൊന്മകനെ പെറ്റെടുത്തു. കാണ്ടിയ ദിവസങ്ങൾ കൊണ്ടുവന്നാൽ അച്ഛന്റെ വലം കയ്യാല് നൂലും നൂലരഞ്ഞാണം കെട്ടി 4 പേർ കുട്ടി പേർ വിളിക്കുവാനും അവരറിഞ്ഞില്ല. ഊണോട്ടും പൂജമണിയില്ലങ്ങളൊക്കെ കൽപ്പിച്ചു കൊടുക്കുവാനും ഒട്ടും തന്നെ കുറ്റം കുറവില്ല കൂടിവാകേ. ആയതിനെ കേൾക്കുമ്പോ കൂടിവാകപ്പെണ്ണ് കിലുകിലെന്നെ പൊട്ടിച്ചിരിച്ചു പാർവതി മാതാവിനോട് അണിയുടെ യാത്രയും കൈവഴങ്ങുന്നല്ലോ. അങ്ങനെ ശ്രീകൈലാസം നടക്കുന്നു. ഭൂമിലോകം നോക്കി വഴി പോരുന്ന കാലം കൂടിക്കൊന്ന് നാട്ടകം തന്നെ കുത്തുന്ന ജാവാലും മട ഉറക്കടമാടാത്തോടെ കടന്നു ചെല്ലുമ്പോ പാർവതി മാതാവ് പറഞ്ഞടയാളങ്ങളൊക്കെ കാണുന്ന നേരത്ത് ചിക്കി മാറ്റി നോക്കുമ്പോ 12 തുണ്ടവ മമ്മാര് തുണ്ടമ്മ കിട്ടുന്നു.
ഒരു വിളക്കിനെ ആകാശത്തിനമായി കൊടുത്തു. ഒരു വിളക്കിനെ ആ ഭൂമിക്ക് ദാനം ചെയ്യുന്നിട്ട് വിളക്കിന് അഷ്ടദിക്ക് പാലകന്മാർക്കും കൊടുത്തു. ശേഷമുള്ള വിളക്കിനെ അമൃതിനെ കഴിക്കുന്ന ഒരു നേരത്ത് അന്ന് വീട്ടിൽ നിന്നായ്മപ്പെട്ടു. അന്നേക്കുന്നാകുന്ന മാസത്തിലോ കൂലിവാക പെണ്ണിന് ഗർഭമുണ്ടോ ഇല്ലയോ എന്ന് ഇടവഴക്കം പരിവഴക്കം സംശയങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നതേ. മാസത്തിലോ ഈ പടിമുറ്റുന്ന മൂന്നാകുന്ന മാസത്തിൽ മുതുപറന്നു മുലക്കണ്ണ് രണ്ടും കറുകറന്നനെ കറുത്ത കടക്കണ്ണിലേക്ക് വഷിയോടുന്നു. നാലാകുന്ന മാസത്തിലോ വെട്ടിവെച്ച പോലെ ഗർഭം മടി പറഞ്ഞു കൊണ്ടു. അഞ്ചാകുന്ന മാസത്തിൽ പഞ്ചഭൂതികൾ അഞ്ചും തോന്നി വാണ്ടിയിടുന്ന വഴുതനങ്ങ പൂണ്ടിയിടുന്ന ഉമ്മളങ്ങ വട്ടമൊത്തൊരു ചേന കുഴി നിറയെ ചെമ്പ് എല്ലിൽ മുഴുത്ത മാംസം ഉള്ളിൽ മുഴുത്ത മത്സ്യം ചൂട്ടുമൂത്ത കോഴി ചണ്ണക്കിഴങ്ങ് ചാവാരിക്കിഴങ്ങ് കുത്തുകിഴങ്ങ് തിറകിഴങ്ങാല കൊണ്ടുവന്നു. കൂഴിവാകപ്പെണ്ണ് തീൻകഴിഞ്ഞു. അണിയുടെ ഗർഭച്ചാക്കുകള് ഒരു കണക്കിന് പെരുമ്പതികളൊക്കെ കുന്നുകൂടിവാ. മാസത്തിലോ പാരാറുണ്ണി വൈദ്യരായി തിരിയുന്നു. ഏഴാകുന്ന മാസത്തിൽ എഴുന്റെ വെള്ളമാടി ഇളകുന്നു. അങ്ങേ പള്ളയിലും ഇങ്ങേ പള്ളയിലും മക്കളുടെ പുത്തും ചവിട്ടും മനക്കങ്ങളൊക്കെ തോന്നി തുടങ്ങുന്നല്ലോ. എട്ടാകുന്ന മാസത്തിൽ കുത്തുമുല രണ്ടിലും മണിമുലപ്പാലും ചിറക്കുന്നു. 9 മാസങ്ങളൊക്കെ അവർ ചെറിയിരിക്കുമ്പോ കൂലുവാക പെണ്ണിന് കയ്യാല കൈയിളകുന്നു ഇയാലും ഇളകുന്നു. ആര്യന്നോ ജോഴിയെന്നോ വഴിക്ക് വഴിയാല് ചില വീറ്റുന്നോകളൊക്കെ വന്നീരെടുക്കുന്നതേ. അച്ഛൻ പരമേശ്വരനാവാലിട്ട് മനസ്സാൽ പ്രാർത്ഥിച്ചു. അല്ലയോ അച്ഛാ പരമേശ്വര, കൂലി കുന്നകാട്ടകത്ത് പെറ്റുകിടക്കുവാനുള്ള പോർമാടകം എനിക്കില്ല. വയറ് പിടിക്കുവാനോ വയറ്റാട്ടി മാറാം എനിക്കില്ല. എലിവാരെന്നൊന്നു തോന്നാനും വന്നാലോ എലിവിളി തരുവാൻ ഇളയമ്മമാരില്ല. നടുവാരെന്നൊന്നു തോന്നാനും വന്നാലോ നടുവഴി തരുവാൻ നാത്തോന്മാരില്ല. മുതുവാരെന്നൊന്നു തോന്നാനും വന്നാലും മുതുഴിഞ്ഞരുവാൻ മുത്തശ്ശിമാരില്ല. ദാഹിച്ച വെള്ളം തരുവാൻ വെറ്റിന മാതാവിനിക്കില്ല. താൻ തന്ന പിള്ളക്ക് താൻ തന്നെ വരം തരികയാണവ എന്റെ ശ്രീ പരമേശ്വര. സമയം ചെല്ലുമ്പോ കൂടിക്കുന്ന കാട്ടകം ചണ്ണ കൊത്തുന്ന ചാവാലും മട ഉറക്കറപാടാളും പെറ്റുകിടക്കുവാനുള്ള പോർമാടകമായി തോന്നുന്നല്ലോ. പോർമാടകത്തിന്റെ വളവാக നിൽക്കുന്ന നാഗവള്ളി കരിമ്പന വയറ്റാട്ടി മാതാവിന് തോന്നി. നാഗവള്ളി കരിമ്പനമേൽ പടർന്നിനാല വെടിയാർ വള്ളി പിടിച്ചു. മുട്ടുകുത്തിയുള്ള ചാരികൾ നിൽക്കുന്ന ഒരു നേരത്ത് കൂടിവാക പെട്ടിന് കയ്യാല കൈയിളകുന്നു. വെയ്യാല വെയ്യിളകുന്നു. ആര്യന്നോവ് ചോഴിയന്നോകള് വഴിക്ക് വഴിയാല ചില പേറ്റുനോകളൊക്കെ വന്നീരെടുക്കുന്ന നേരം ഓരോ വിളിക്കുമ്പോ ഒരാർത്ഥം പിള്ള വന്ന് തുറക്കുന്നു. രണ്ടരിശമാവേ വിളിക്കുമ്പോ ശിവനും ശക്തിയും വരം കൊടുത്തു. 3 വിളിക്കുമ്പോ 300 കുടം മുടഞ്ഞുപിടി കഴിഞ്ഞ് നീണ്ടായ്മ തോന്നി. 4 വിളിക്കുമ്പോ നാരായണ സ്വാമികൾ ഈറ്റില്ല മണത്തോടി കര കൊണ്ടു. 5 വിളിക്കുമ്പോ പിടിച്ചിരുന്ന പിള്ള പിടിവള്ളി വിട്ട് മാതാവിന്റെ നണ്ടലോടെ ചുറ്റണിയുടെ യാത്രയും കൈവഴങ്ങി
ആരടിച്ചെന്ന് വിളിക്കുമ്പോ ഓടിക്കുന്ന കാട്ടകമ ചണ്ണകുത്തുന്നയാളാലും മടവക്രപാതാളത്തില് 335 മാരാറുണ്ട് മക്കളെ. ഒന്നുക്കും പിന്നാലെ അതുക്കും പിന്നാലെ പിന്നയ്ക്കും പിന്നാലെ കൂടെ കൂടെ കൂടിവാക പെറ്റു പ്രസവം കഴിഞ്ഞ് കാണുന്ന നേരം പെണ്ണ് മറഞ്ഞു തിരിഞ്ഞു നോക്കുന്നു. ഒരു നേരത്ത് അടയ്ക്കാ കൂട്ടത്തിൽ ഓത്തൻ കിടന്ന് കിളുകിളന്നെ തിളയ്ക്കുന്നത് പോലെ കൂളക്കുരുത്തി ചെരിഞ്ഞാരെ പോലെ നെല്ലിക്ക വട്ടിയിട്ട് വീണാരെ പോലെ പഴച്ചക്ക വീണു ഉരുതിരിച്ചാരെ പോലെ മക്കളുടെ ഉഴച്ചിലും മറച്ചിലും കണ്ടു പേടിച്ചു വീണ് ഭയപ്പെട്ടു. ഒട്ടകലെ മാറില വിൽക്കുമ്പോ കൂടിവാക പെണ്ണിന്റെ വയറ്റിലൂരെണ്ണാവതും ചില നക്കങ്ങളൊക്കെ തോന്നുന്നല്ലോ. തത്ത പോലെ ചിലയ്ക്കുന്നു, ആട്ടിൻമുട്ടനെ പോലെ കയറുന്നിറങ്ങുന്നു. അന്നേരത്ത് കൂടിവാക അച്ഛൻ പരമേശ്വരനാ പാലിട്ടു മനസാല പ്രാർത്ഥിച്ചു. അല്ലയോ അച്ഛാ പരമേശ്വര, ഒരു പിള്ളയ്ക്ക് വരണ്ടിട്ട് 335 മക്കളെ ഞാൻ പറ്റില്ല അച്ഛാ. എന്നിട്ടും എന്റെ അണിവായോട്ടൊന്നും ഒഴിഞ്ഞു കാണാനില്ല. എന്റെ വയറ്റിൽ കിടന്നു തത്ത പോലെ വിലയ്ക്കുന്നുണ്ട്, ആട്ടിൻമുട്ടനെ പോലെ കയറുന്നിറങ്ങുന്നു. നേരത്ത് കൂടിവാകപ്പെണ്ണിന് പെട്ടെന്ന് വീട്ടുനോവുകളും മണ്ണീരെടുത്തു. ആരഴിച്ചെന്നു വിളിക്കുമ്പോ പഞ്ചേവാരെന്ന ഭൂമിസ്ഥലത്ത് ആയുസ്സുള്ളോരോ അളവുള്ളോരോ ആരോമലുണ്ണി പൊന്മകനെ മോടൽ ശീലകുപ്പായത്തോടെ പെറ്റു പ്രസവം കഴിഞ്ഞ് കാണുന്നു കൂടിവാക. ഉണ്ണി പൊന്മകനെ കാണുമ്പോ കൂടിവാക പെണ്ണു നിരന്നു. ഈ കണ്ട 335 മക്കളെ വെച്ചിട്ടു ഒരു മകന് പോലും മൂടൽ ശീല കണ്ടില്ല. ഒക്കെ ഒടുവിൽ പിറന്നുണ്ണി മകനായിരിക്കുന്നു. മൂടൽ ശീല കുപ്പായത്തോടെ പിറന്നു വീണു. അന്നേരത്ത് കൂടിവാക പെണ്ണ് ഉണ്ണി മകന്റെ മൂടൽ ശീല വളർന്നു നോക്കുമ്പോ കൂടിവാക പെണ്ണും കണ്ടറിഞ്ഞു. മകന് ചേലറും കിരീടം മകരവടി കുണ്ടലം നൽപടക്കം ചാരു ശ്രീമൂണൂലും തിരുവയറിന്മേൽ കെട്ടും പൊട്ടെടുക്കും ആലോല പെൺമുടി പോലും വലത് കരമതിവാമികപാലം ചേരുമ്പോ തിൻപുറത്ത് കയറിയിരിക്കുന്ന തടകുമ്പോ കൂടിവാക പെണ്ണുണ്ണി പൊന്മകനെ വാരിയെടുക്കുന്നു. കുഞ്ചിക്കുളഞ്ഞ് ആലോലം പാട്ടുപാടി അങ്ങനെ കൂടിവാക 336 മക്കളെ ചണ്ണകുത്തുന്ന യാവാലും മണ ഉറക്കറാപാതാളത്തിൽ ആടിപ്പാടി അടി വളർത്തുന്ന കാലം. നാലിനോട് 4 പേരാടി കുളിച്ചു, 5 കുളിച്ചു, 10 കുളമിറങ്ങി കുളിച്ചു, 15ഉം 20ഉം കുളിച്ചു. ഉണ്ണി മക്കളുടെ 28 ദിവസങ്ങളൊക്കെ വന്നീരെടുക്കുമ്പോ കൂടിവാക പെണ്ണുന്നിനു ഈ കണ്ട മക്കൾക്ക് 28 ദിവസം വന്നീരെടുത്തു. അച്ഛൻ്റെ കയ്യാലെ നൂലഞ്ഞാണ് കെട്ടണം, 4 പേർ കൂട്ടുപേർ വിളിക്കണമെന്ന് വന്നാലും ഈ കണ്ട മക്കളെ ശ്രീ കൈലാസത്തേക്ക് ഞാനേ വണ്ണം കൊണ്ടുപോകേണ്ടു. ഒന്നായിരുന്നുവെങ്കിൽ ഒക്കത്ത് വെച്ച് കൊണ്ടുപോകാമായിരുന്നു, 2 എണ്ണമായിരുന്നുവെങ്കിൽ 2 കൈകളിലും പിടിക്കാമായിരുന്നു, 3 എണ്ണമായിരുന്നുവെങ്കിൽ ഒന്നിനെ മുതുകത്ത് വെച്ച് കൊണ്ടുപോകാമായിരുന്നു. ഇത് 336 മക്കളില്ലേ, വണ്ണം കൊണ്ടുപോകേണ്ടു എന്നും നിരന്തരം നിൽക്കുന്നു കൂടിവാ. കുഞ്ഞുങ്ങളെ ഇരുമ്പിന്മേൽ ഇറക്കി വെക്കുമെന്ന് ഓരോ മക്കളെ കോരാ കൊട്ടയിലേക്ക് നിറവ് ചെയ്തു.
ഇടക്കമില്ലാതിടത്തേറ്റുന്നു നടുക്കമില്ലാതെ നടന്നു ശ്രീകൈലാസത്തച്ഛന്റെ വലം കയ്യാല് മക്കളെ നൂലും നൂലരഞ്ഞാണം കെട്ടി 4 പേർ കൂട്ടി പേർ വിളിക്കുവാനായി കൊണ്ടുപോകുന്നു കൂടി വാ കടന്നു ഇന്ദ്രാലോകം നേരേറി മന്ത്രാലോകം നേരേറുന്നു ശ്രീകൈലാസത്ത് അച്ഛൻ കുളിക്കുന്ന തത്താറെന്നുള്ള നെല്ല് വിളങ്ക് പേരാറ്റിൻ മൺകരെ ചെല്ലുമ്പോ മക്കളെ വെറും കുളി കുളിപ്പിച്ചു കൊണ്ടുപോകാമെന്നും എന്തോ പോരാകൊട്ട കീഴിറക്കി വെക്കുമ്പോ അന്നേരത്ത് മക്കളായിരിക്കുന്നു വെള്ളത്തിലേക്ക് തവള പോലെ ചാടുന്നു മീൻ പോലെ നിറകുത്തുന്നു ആമ പോലെ പുറന്നികത്തി ആമ്പൽ പോലെ നികന്ന് കണ്ടു 1008 കളിക്കടവിലും കളിച്ചു 108 കുളിക്കടവിലും കുളിച്ചു എന്നിട്ടും മൺകരെ അണയാതെ കാണുമ്പോ കൂടുവാകപ്പെണ്ണ മക്കളെ ആട കാട്ടി വിളിച്ചു ആഭരണം കാട്ടി വിളിച്ച് അനുകുലാകുലിക്ക് കാട്ടി വിളിക്കുമ്പോ ഒക്കേലിക്കും ഒടുവിൽ നീവനായിരിക്കുന്നല്ലോ കൂടിവാകപ്പെണ്ണിനോട് നിന്ന് അരുളി ചെയ്യുന്ന നേരം ഞങ്ങളുടെ അച്ഛനും അമ്മയും മാരെന്നറിയാതെ കണ്ട് വൻകരെ അണയുന്ന മക്കള് ഞങ്ങളല്ല ആയത് കേട്ടു കൂടിവാകപ്പെണ്ണും പറഞ്ഞു കേട്ടാലും മക്കളെ നിങ്ങളുടെ അച്ഛനായത് ശ്രീകൈലാസത്ത് പരമേശ്വരനല്ല അച്ഛനാകുന്നല്ലോ അമ്മയായത് പാർവതി മാതാവ് നിങ്ങളെ ആടിപ്പാടി വളർത്തുന്ന കൂടിവാക വളർത്തമ്മ ഞാനാണല്ലോ മക്കളെ നിങ്ങൾ മനുഷ്യകുലത്തിൽ പിറന്ന മക്കളല്ലെന്ന് തോന്നുന്നു ദേവകുലത്തിൽ പിറന്ന മക്കളെന്ന് വന്നാല് പാടാവുന്ന ദൈവം എന്ന് വന്നാൽ അടിച്ചിരിക്കേണ്ട പാടാവുന്ന ദൈവം എന്ന് പറഞ്ഞാല് പാടിച്ചിരിക്കേണ്ട മക്കള് കെട്ടുന്ന വെള്ളാട്ട് ബ്രഹ്മകോലം കഴിക്കേണ്ട മക്കൾക്ക് കെട്ടുന്ന വെള്ളാട്ട് ബ്രഹ്മകോലം കഴിക്കേണ്ട വീട് കലശങ്ങൾ കഴിക്കേണ്ടവർക്ക് ആയുധം കഴിക്കേണ്ട നിങ്ങളൊന്ന് വൻകരണയണം ആയത് കേട്ട് മക്കളായിരിക്കുന്നല്ലോ വൻകരെ അണയുന്ന ഒരു നേരത്തെ രണ്ടാമതും പോരാൻ കൊട്ടയിലേക്ക് നിറവ് ചെയ്തു ഇടക്കമില്ലാതെടുത്തേറ്റുന്നു ഇടക്കമില്ലാതെ വന്നു ശ്രീകൈലാസത്ത് അച്ഛൻ്റെതിന് മുമ്പാകെ കോരാൻകൊട്ട നിറയെ ഉണ്ണി മക്കളെ കൊണ്ട് ചെന്നു കാഴ്ച വയ്ക്കുന്നു കൂടി വാ നേരത്ത് കോരാൻകൊട്ട നിറയെ ഉണ്ണി മക്കളെ കാണുമ്പോ അച്ഛൻ പരമേശ്വരനും ചോദിച്ചു എന്തിനെ കൊണ്ടാണ് ഏതിനെ കൊണ്ടാണ് ഈ കണ്ട മക്കളെ ഇവിടെ കൊണ്ടുവന്ന കാര്യം ഒന്ന് കേൾക്കട്ടെ ആയത് കേൾക്കുമ്പോ കൂടിവാകപ്പെണ്ണും പറഞ്ഞു കേട്ട് കൊണ്ടാലും അച്ഛാ പരമേശ്വര നിങ്ങളായിരിക്കുന്നല്ലോ ഒരു നാളത്തെ വഴി കേട്ടവളായ ആട്ടിനായി കൂലിക്കുന്ന കാട്ടത്തോടെ വഴി വന്നപ്പോ എന്നെ കണ്ടു മോഹിച്ചു ആയ മോഹങ്ങളും പ്രണയമോഹങ്ങളൊക്കെ തീർത്തില്ലേച്ചാ ആയതിൽ ഒരു വെള്ളക്ക് വരം തന്നിട്ട് 10,336 പാരാറുണ്യ മക്കളെ ഞാൻ പറ്റല്ലോ വെച്ചാ ഈ കണ്ട മക്കൾക്ക് 28 ദിവസം മണ്ണീരെടുത്തു അച്ഛന്റെ വളം കയ്യാരെ 100 മൂലരഞ്ഞാണം കെട്ടണോ 4 പേർ കൂട്ടി പേർ വിളിക്കണോ എന്റെ അച്ഛാ ശ്രീ പരമേശ്വര അച്ഛൻ പരമേശ്വരനും പറഞ്ഞു അയ്യോ എന്റെ കൂടിവാകെ ഈ കണ്ട മക്കൾക്ക് മൂടുന്നു ഞാണം കെട്ടണം 4 പേർ കൂട്ടുകാർ വിളിക്കണമെന്ന് വന്നാലോ കാറ്റിലുള്ള പഞ്ഞിനൂല് പരുത്തി നൂലുകള് നാട്ടിലെ ജയകമാൻ ചെറുകുട്ടി മഹാജനങ്ങളുടെ ഇല്ലപ്പേര് മനപ്പേരുകൾ ഒടുങ്ങി പോകില്ല വേണേ ആയത് കേൾക്കുമ്പോ കൂടിവാകപ്പെണ്ണ് ദുഃഖത്താലിരിക്കുന്ന നേരത്ത് അന്നേരം പറഞ്ഞു അച്ഛൻ പരമേശ്വരന് നീ ദുഃഖിക്ക വേണ്ട പെണ്ണെ ക്ലേശിക്ക വേണ്ട കൂടിവാക്കി ആയതിനൊരു അംഗോപദേശം ഞാനൊക്കെ കണ്ടിട്ടുണ്ട്
എന്നും പറഞ്ഞായിരിക്കുന്നല്ലോ സാരമായ വെച്ചടായി എന്ന് വിളിച്ചു പൊട്ടിച്ചു. ശ്രീകൈലാസത്തോടെ കൊണ്ട് ചെന്നു നേരത്ത് കാട്ടുവള്ളി പാർവള്ളി തോട്ടമായി തിരിഞ്ഞു കാണുന്നല്ലോ. അന്നേരം പറഞ്ഞു വെച്ചൻ പരമേശ്വരന് കേട്ടാലും ഒരു ഭാഗനിയായിരിക്കുന്നല്ലോ. ഇല്ല കാണുന്ന കാട്ടുവള്ളി പാർവള്ളി തോട്ടത്തിലേക്ക് കടന്നില്ലണോ. 8 പാർവള്ളി ആരെ വെട്ടിയെരിഞ്ഞു കൊണ്ടുവരികയാണ് കൂലിവാങ്ങി. 1000 കേൾക്കുമ്പോ കൂലിവാക അവരുടെ കുരനെന്ന ഇവാളെടുത്തു. കാട്ടുവള്ളി പാർവള്ളി തോട്ടത്തിലേക്ക് കടന്നിരുന്നു. 8 പാർവള്ളി ആരെ വെട്ടിയെരിഞ്ഞെടുത്തു. ഞാനും മടിയെന്നീക്ക് വെയിലത്തിട്ട് വെള്ളമാട്ടം മാറ്റി അച്ഛന്റെ മുമ്പാകെ കൊണ്ടുചെന്നു കാഴ്ച വെക്കുന്ന കൂലിവാക. ായിരിക്കുന്നല്ലോ. കുളിവൃതമാരങ്ങളും കഴിഞ്ഞു വന്നു. കോടാകൊട്ട വിളിച്ചു വെച്ചു. ഓരോരോ മക്കളെ മടിയിലെടുത്ത് വെച്ചു. കാട്ടുള്ളി കൊണ്ടും പാറുള്ളി കൊണ്ടും കെട്ടി വേർ വിളിക്കുന്നല്ലോ. ഒക്കേലേക്ക് മാറി പറഞ്ഞ മകനെ പൊന്നാരങ്കരിയും കുട്ടി മകനെ പൊന്നാരങ്കരിയും കുട്ടി മകനെ പൊന്നാരങ്കരിയും കുട്ടി എന്നും പേർ വിളിച്ചു. ആദ്യകുട്ടിയെ ജിലാണ്ടത്ത് കുട്ടി നഷ്ടക്കുട്ടി ധൂപക്കുട്ടി കളവക്കുട്ടി ചന്ദനക്കുട്ടി കർപ്പൂരക്കുട്ടി ഓടും കുട്ടി ചാടും കുട്ടി മുക്കിലെ കുട്ടി മൂലെ കുട്ടി ഇടവഴിക്കുട്ടി നടവഴിക്കുട്ടി പുഞ്ചനല്ലൂർ കുട്ടി വാങ്ങനല്ലൂർ കുട്ടി അരിമ്പാചകത്ത് കുട്ടി വാദ്യംപുറത്ത് കുട്ടി ഏക്കത്ത് കുട്ടി ഇടക്കത്ത് കുട്ടി പച്ചക്കുട്ടി കോഴക്കുട്ടി മുത്തുക്കുട്ടി രത്നക്കുട്ടി അഗ്നിക്കുട്ടി ചാലക്കുട്ടി മുത്തുക്കുട്ടി രത്നക്കുട്ടി കോഴക്കുട്ടി മായക്കുട്ടി മാരണക്കുട്ടി വഷിക്കുട്ടി തീക്കുട്ടി തീക്കുട്ടി മൂക്കുട്ടി മുക്കിലെ കുട്ടി എന്ന് പേർ വിളിച്ചു. ഉലയിൽ മൂക്കൻ ചാത്ത ഉലയിൽ മൂക്കൻ ചാത്ത ഉലയിൽ മൂക്കൻ ചാത്ത എന്നിങ്ങനെ ഓരോരോ മക്കളെ അളകുള്ള പേർ വിളിക്കുന്നവേ. പേർ വിളിക്കുവാനായി മടിയിലെടുത്ത് വയ്ക്കുമ്പോ മകനായിരിക്കുന്ന അച്ഛൻ്റെ മടിയിൽ നിന്നു മുടമടിയിട്ടെഴുന്നേറ്റിരുന്നു. അച്ഛനോട് വിളമ്പി കേട്ടുകൊണ്ടാലും പരമേശ്വര എന്നെ പോലെ പിറന്ന 4 ഏട്ടന്മാരെ അച്ഛന് കാട്ടുവള്ളി കൊണ്ടും പാർവള്ളി കൊണ്ടും കെട്ടി പേർ വിളിച്ചില്ലേ. എന്നെ അച്ഛനോടൊന്നും ഒരാണം കെട്ടണം 4 പേർ കൂട്ടി പേർ വിളിക്കണമെന്ന് വന്നാലോ അച്ഛന്റെ വലഭാഗം കിടക്കുന്ന ബ്രഹ്മസ്യ 3 നൂലിൽ നിന്നും 3 നൂല് വലിച്ചു പൊട്ടിച്ചു പിരി കൂട്ടി പിരിച്ചു. നവരത്ന കല്ലുകളൊക്കെ കുത്തിക്കോർത്തു. ഇടമാകാശകാട്ട് വലഭാഗം കൊണ്ട് 3 നൂല് കെട്ടി അഴകുള്ള പേർ വിളിക്കണം എന്റെ അച്ഛാ ശ്രീ പരമേശ്വര. അച്ഛൻ പരമേശ്വരനായിരിക്കുന്ന വേഗം തന്നെ വലഭാഗ കിടക്കുന്ന ബ്രഹ്മസ്യ 3 നൂലിൽ നിന്ന് 3 നൂല് വലിച്ചു പൊട്ടിക്കുന്നു. മുപ്പിരി കൂട്ടി പിരിച്ചു നവരത്ന കല്ലുകളൊക്കെ കുത്തിക്കോർത്തു. ഇടമാകാശകാട്ടി വലഭാഗം കൊണ്ട് 3 നൂല് കെട്ടി അന്നേരത്ത് മകനെ വേർ വിളിക്കുവാനായി ഒരുങ്ങുമ്പോ അച്ഛൻ പരമേശ്വരൻ എന്തിനെന്തോ ഈ കണ്ട മക്കളെ ഞാൻ അളകുള്ള പേർ വിളിച്ചു. ഈ മകനെ ഞാൻ എന്തൊരു പേര് വിളിക്കണം ഏതൊരു പേര് വിളിക്കണം എന്നതിനെന്തോ അച്ഛനായിരിക്കുന്നല്ലോ. മകന്റെ മുഖത്തേക്ക് നോക്കുന്ന നേരത്ത് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കാം. ഭഗവാന്റെ പേര് വിളിക്കാം. അന്നേരത്ത് അച്ഛനായിരിക്കുന്നല്ലോ. മകന്റെ മുഖത്തേക്ക് നോക്കുമ്പോ അന്നേരം കണ്ടതിന്റെ അച്ഛൻ പരമേശ്വരന് മകന് വീണ്ടും പൊന്നിൻ കിരീടം ഗവലമണിയും നൽപതക്കും പ്രസന്നം കണ്ടർപ്പകാന്തിയെന്നും മുഖകമലമൂടി സൂര്യപ്രകാശം കാലിക്കോലിന്റെ മാലങ്കരമലരണി
മോഹിനി മതിമലമോ ശ്രീകൃഷ്ണമായ സ്വരൂപമോ അന്നേരത്തായിരിക്കുന്നു. മകനെ അളവുള്ളവർ വിളിക്കുന്നു, ചിതമുള്ളവർ വിളിക്കുന്നല്ലോ. വിഷ്ണുവിന്റെ മായത്താലും അന്നേരത്തെ പരമേശ്വരന്റെ ബീജത്താലും കടന്നൂർ മകനെ അതുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുവായേ, അതുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുവായേ, അതുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുവായ ചാത്താ മകനേ എന്ന് 3 പേരും പേരൂട്ടി പേർ വിളിക്കുമ്പോ പാർവതി മാതാവും മകനെ പേർ വിളിച്ചു. പൊന്നുണ്ണിയെ വിഷ്ണുവായേ, പൊന്നുണ്ണിയെ വിഷ്ണുവായേ, പൊന്നുണ്ണിയെ വിഷ്ണുവായേ എന്നും പേർ വിളിച്ചു. അന്നേരത്ത് കൂലുവാക പെണ്ണു മകന് പേർ വിളിച്ചു കാണുന്നല്ലോ. അതുരാ ഗുരുവേ പൊന്നുണ്ണി വിഷ്ണുവായ ചാത്ത, വിഷ്ണുവായ ചാത്ത, വിഷ്ണുവായ ചാത്ത എന്ന് 3 പേര് കൂട്ടി